നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമഭാവനയുടെ തിരുപ്പിറവി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ക്രിസ്തുമസ് ആഘോഷ നിറവിലേക്ക്. പാതിര കുർബാനയ്ക്കു പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങിനും ദേവാലയങ്ങൾ ഒരുങ്ങി. എങ്ങും ക്രിസ്തുമസ് കരോൾ സംഘവും സജീവം. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കൊച്ചിൻ പാലത്തിന്റെ വിഷയത്തിൽ പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ നിർദ്ദേശം. പാലം പൊളിക്കണോ നിലനിർത്തണമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അന്തിമ കാര്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് സർക്കാരിനെ അറിയിക്കും. തൃശൂരിൽ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. ഒളിവിൽ പോയ യൂട്യൂബർ മണവാളനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കേസിനാസ്പദമായ സംഭവം നടന്നത് 2024 ഏപ്രിൽ 19. പഴയന്നൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തേനീച്ചയുടെ ആക്രമണം. സംഭവത്തിൽ 11 പേർ പഴയന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന മാരുതി കാർ കത്തി നശിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വാർത്തകൾ വിശദമായി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ക്രിസ്തുമസ് ആഘോഷ നിറവിലേക്ക്. പാതിര കുർബാനകൾക്കും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾക്കുമായി വിവിധ ദേവാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. സാഹോദര്യത്തിന്റെയും സ്നേഹ സന്ദേശത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനയുടെയും സന്ദേശമുണർത്തുന്ന പുതുദിനമാണ് ക്രിസ്തുമസ് ദിനം. സമഭാവനയുടെ തിരുപ്പിറവി. നക്ഷത്രത്തിളക്കത്തോടെ ക്രിസ്മസ് ദിനത്തിലേക്ക്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിയാണ് ലോകം ക്രിസ്മസ് ആഘോഷ നിറവിലേക്ക് തയ്യാറെടുക്കുന്നത്. ഡിസംബർ 25 ഉണ്ണിയേശുവിൻ്റെ പിറവി ദിനമായ ക്രിസ്മസ്. സാഹോദര്യത്തിൻ്റെയും സ്നേഹസന്ദേശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനം കൂടിയാണ് ക്രിസ്മസ് ദിനം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമാണ് ക്രിസ്മസ്. പുൽക്കൂടുകളും നക്ഷത്രങ്ങളുമൊക്കെ ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു നാടും നഗരവും. മിക്ക ദേവാലയങ്ങളിലും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പാതിര കുർബാനകൾക്കും പ്രത്യേക പ്രാർത്ഥനകൾക്കുമായി വിവിധ ദേവാലയങ്ങളും ഇതിനകം ഒരുങ്ങിക്കഴിഞ്ഞു. രാത്രി 11 മണി മുതൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് തുടക്കമാകും. വിവിധ ദേവാലയങ്ങളിൽ 100 കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ ചടങ്ങുകൾ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് STV ന്യൂസ്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കൊച്ചിൻ പാലത്തിന്റെ വിഷയത്തിൽ പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ നിർദ്ദേശം. പാലം പൊളിക്കണോ നിലനിർത്തണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് കമ്മിറ്റിയുടെ അന്തിമ തീരുമാനങ്ങൾ സർക്കാരിനെ അറിയിക്കാനാണ് പൊതുമരാമത്തിന്റെ നീക്കം. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ്സ് വിഭാഗം, ബ്രിഡ്ജസ് വിഭാഗം എന്നിവയിൽ നിന്നും ഓരോ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ചാണ് പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. പാലം ഇനി സംരക്ഷിച്ചു നിർത്താൻ ഭീമമായ ചെലവ് വരുമെന്നും മാത്രമല്ല ഭാരതപ്പുഴയിൽ ഇനിയൊരു കുത്തൊഴുക്കുണ്ടായാൽ പാലത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടെ ഒലിച്ചുപോകാനും സാധ്യത ഏറെയാണെന്നും കഴിഞ്ഞ മാസങ്ങളിൽ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം സർക്കാരിനെ അറിയിച്ചിരുന്നു. മുൻവർഷങ്ങളിൽ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം പാലത്തിൽ പരിശോധന നടത്തുകയും പാലത്തിന് ബലക്ഷയം സംഭവിച്ചതായും ഉടൻ പൊളിക്കണമെന്നും ആവശ്യപ്പെട്ട് 2023 സർക്കാരിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ പാലം സംരക്ഷണമെന്ന് ആവശ്യപ്പെട്ട് പുരാവസ്തു വകുപ്പും ചില സംഘടനകളും സർക്കാരിനെ സമീപിച്ചതോടെയാണ് പഴയ കൊച്ചിൻ പാലം പൊളിക്കൽ അനിശ്ചിതത്വത്തിലായത്. പാലം പൊളിക്കുന്ന കാര്യത്തിൽ അതിനുവേണ്ടി വരുന്ന ചിലവ്, എത്ര ദിവസം കൊണ്ട് പൊളിച്ചു നീക്കാൻ കഴിയും എന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്യും. പഴയ കൊച്ചിൻ പാലം സംരക്ഷിക്കണമെന്നും ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്നും പരിസ്ഥിതി സംരക്ഷണ സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. ഭാരതപ്പുഴയിൽ ഇനിയൊരു ശക്തമായ കുത്തൊഴുക്കുണ്ടായാൽ മറ്റ് ഭാഗങ്ങൾ കൂടി ഒലിച്ചുപോകാൻ സാധ്യതയേറെയാണ് എന്നാണ് റിപ്പോർട്ട്. 15 സ്പാനുകളിലായി 300 മീറ്റർ നീളത്തിലുള്ള പാലത്തിൽ ഷൊർണൂർ ഭാഗത്തു നിന്നുള്ള 6, 7, 8 സ്പാനുകളാണ് നേരത്തെ പൂർണ്ണമായും പുഴയിലേക്ക് കൂപ്പുകുത്തിയത്. മലബാറിന്റെ കവാടമെന്ന് പറയാവുന്ന കൊച്ചിൻ പാലം 2011 നവംബർ 1 തകർന്നു വീണത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിൽ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഒളിവിൽ പോയ യൂട്യൂബർ മണവാളനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. മുഹമ്മദ് ഷഹീൻ ഷാ എന്ന മണവാളൻ യൂട്യൂബർക്കെതിരെയാണ് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് നോട്ടീസ് പുറത്തിറക്കിയത്. ഈ വർഷം ഏപ്രിൽ 19 കേസിനാസ്പദമായ സംഭവം. കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്ന 2 കോളേജ് വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് കേസ്. പഴയന്നൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തേനീച്ച കുത്തേറ്റു. 8 സ്ത്രീകളും 3 പുരുഷന്മാരുമടക്കം 11 പേർക്കാണ് തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പാലാട്ടുകുന്ന് ചെമ്മാട്ടുകുളമ്പ് റബ്ബർ തോട്ടത്തിൽ വെച്ച് രാവിലെ 10:30 സംഭവം. പരിക്കേറ്റവർ പഴയന്നൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. വീരാസാഹിബിൻ്റെ റബ്ബർ തൊടിയിൽ വെച്ച് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചാലുമ്പോൾ സൈഡ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈച്ച വന്ന് കിട്ടിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓടി. പുറകിൽ ഈച്ചകൾ വന്നു.
ഇങ്ങനെ കുത്തി എത്ര ആട്ടും കൂടി ഈച്ച പോകണമില്ല. ഒരു കറുപ്പ് ഈച്ചകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ പാടങ്ങളും തോടൊക്കെ താണ്ടി ഓടുക ചെയ്തത്. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന മാരുതി കാർ കത്തി നശിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസിലാണ് സംഭവം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ആർക്കും പരിക്കില്ല. ചിറ്റൂർ സ്വദേശി ജ്യോതിഷിന്റെയാണ് വാഹനം. പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസിലാണ് ഓടിക്കൊണ്ടിരുന്ന വാഹനം കത്തി നശിച്ചത്. പുക ഉയരുന്നത് കണ്ട് കാർ യാത്രക്കാർ വാഹനം നിർത്തി ഇറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. കാലത്ത് 11 മണിയോടുകൂടിയാണ് സംഭവം. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ബൈപ്പാസ് റോഡിലൂടെ പോവുകയായിരുന്ന ജ്യോതിഷിന്റെ മാരുതി കാറാണ് കത്തി നശിച്ചത്. കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ട കാർ യാത്രക്കാർ പെട്ടെന്ന് കാർ റോഡരികിൽ നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ച വാഹനത്തിന് മുമ്പിലായിരുന്നു ജ്യോതിഷിന്റെ കാർ. പുക പടരുന്നത് കണ്ട MLA, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരെ ബന്ധപ്പെട്ടു. സമീപത്തുള്ള നാട്ടുകാർ ഓടിയെത്തി തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് അഗ്നിശമന സേനയെത്തിയാണ് നാട്ടുകാരുടെ സഹായത്തോടെ തീയണച്ചത്. തീപിടുത്തത്തിന് കാരണമെന്താണെന്ന് കണ്ടെത്താനായിട്ടില്ല. കാറിൽ ഉണ്ടായിരുന്നവർ ആർക്കും പരിക്കില്ല. ബൈപ്പാസ് റോഡിൽ അരമണിക്കൂറോളം ഗതാഗത കുരുക്കുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടി, പിന്നെ അയാൾ തന്നെ എന്ന് ഉറപ്പാക്കി. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ സംവിധാനം ചെയ്ത ലാൽ ജോസാണ് ഒറ്റപ്പാലം NSS കോളേജ് പ്രീ ഡിഗ്രി 1983 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സ്നേഹസംഗമത്തിന് എത്തിയത്. തിരക്കുകൾക്കിടയിലും ലാൽ ജോസ് ഒപ്പം പഠിച്ചവരെ മറന്നില്ല. ക്ലാസ്മേറ്റ്സ് സിനിമ പിറവി കൊള്ളുന്നത് ഇത്തരമൊരു കൂട്ടായ്മയിലാണ്. 26 പേരാണ് സംഗമത്തിൽ പങ്കാളികളായത്. 4ാമത്തെ പ്രാവശ്യമാണ് ഇവർ ഒത്തുചേരുന്നത്. ഓർമ്മകളെ തഴുകിയുള്ള കൂട്ടുപറച്ചിൽ, ഒരുമിച്ചൊരു ഓർമ്മചിത്രം, പിന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ്. ക്ലാസ്മേറ്റ്സുകൾ ഒന്നിച്ചാൽ ഇതൊക്കെയാണ് ട്രെൻഡ്. എന്നാൽ ഇവരുടെ ഒത്തുചേരൽ ഒരു വേറിട്ട അനുഭവമായിരുന്നു. ലതാ ഉണ്ണികൃഷ്ണൻ എഴുതി ഗായിക വിദ്യ ചിട്ടപ്പെടുത്തി ആലപിച്ച മംഗളഗീതത്തോടെയായിരുന്നു തുടക്കം. കോളേജിൽ പഠിച്ച പഴയകാല അനുഭവങ്ങൾ പുതുക്കിയും ആടിയും പാടിയും അവർ ഒരു ദിവസം ഉല്ലാസമാക്കി. ഒപ്പം ലാൽ ജോസും കൂടെ കൂടി. ക്ലാസ്മേറ്റ്സ് സിനിമയും അതിലെ പാട്ടുകളും ചർച്ചയായി. ഒരു സിനിമാ സംവിധായകൻ എന്ന അഹംഭാവമൊന്നുമില്ലാതെ ഒരു സാധാരണക്കാരനെ പോലെയാണ് പഴയകാല കൂട്ടുകാർക്കൊപ്പം ലാൽ ജോസ് പങ്കെടുത്തത്. പൂർവ്വ വിദ്യാർത്ഥികളായ ഗായകൻ ദിനേശ്, KT രാധാകൃഷ്ണൻ, NS കൃഷ്ണകുമാർ, VA ബാലു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1956 മുതൽ 2015 വരെ പഠിച്ചിറങ്ങിയവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കും. വിവിധ പരിപാടികളോടെ സംഗമം സംഘടിപ്പിക്കുമെന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൈനിയും കാറ്റാടിയും പിന്നെ നമ്മളും എന്ന തലക്കെട്ടിലാണ് സ്കൂൾ അങ്കണത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത്. 1956 മുതൽ 2015 വരെയുള്ള പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പുറമെ മുൻ അധ്യാപകരും ഉൾപ്പെടെ 1500ഓളം പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ പറഞ്ഞു. രാവിലെ 9:30 പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഗായകൻ ഫിറോസ് ബാബു മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് അധ്യാപകരെ ആദരിക്കും. ഉച്ചയ്ക്ക് 2:30 അനുമോദന സദസ്സ് നടക്കും. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുരസ്കാരം നേടിയ ബീനാർ ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. C. ആകാശ, അർജുൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. ബീന ടീച്ചർ അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം, പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ കൂടാതെ വള്ളുവനാടൻ ചെമ്പരത്തിയുടെ നാടൻപാട്ട് എന്നിവയും ഉണ്ടായിരിക്കും. 1956 സ്ഥാപിതമാക്കിയത്. 1956 ജനുവരി 16 ആണ് ഈ വിദ്യാലയം ഒരു ഏക അധ്യാപകനായിട്ട് ആരംഭിക്കുന്നത്. അന്ന് മുതൽ 2015 വരെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരു ഒത്തുചേരൽ ഈ ഡിസംബർ 26-ാം തീയതി നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് നടക്കുക. വിവിധ മേഖലകളിൽ പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്തിയ എല്ലാവരും ആ സംഗമത്തിൽ ഒത്തുചേരുന്നുണ്ട്. ഏകദേശം ഒരു 150ഓളം അധ്യാപകരെ ഞാൻ നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ കുറേ അധ്യാപകർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കുറേ ഏകദേശം ഒരു 1500-2000 വിദ്യാർത്ഥികളെയാണ് മൊത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വലിയ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കാൻ പോകുക. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ HM ഗീതാ തങ്കം, PTA പ്രസിഡന്റ് NM അനൂപ്, KP ഷൗക്കത്ത് അലി, M വരദ, ഷംസു കൊടുമുണ്ട, രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തട്ടിപ്പും വെട്ടിപ്പും പുറത്തു വരരുത് എന്ന രാഷ്ട്രീയ ഭരണകൂട ശാഠ്യങ്ങൾക്ക് കീഴ്പ്പെടുന്നവരല്ല മാധ്യമപ്രവർത്തകരെന്ന് KUWJ പാലക്കാട് ഘടകം. വാർത്തയുടെ പേരിൽ മാധ്യമം ലേഖകൻ അനിരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. വാർത്തയുടെ ഉറവിടം വെളിപ്പെടുത്താൻ നിർബന്ധിക്കാൻ നിയമപരമായി പോലീസിന് അവകാശമില്ല.
രാഷ്ട്രീയക്കാർക്കും ഭരണകൂടങ്ങൾക്കും പല കാര്യങ്ങളിലും യു ടേൺ അടിക്കേണ്ടി വരുന്നത് വാർത്തകളെ തുടർന്നാണ്. രാജ്യതാൽപര്യം സംരക്ഷിക്കാനാണ് മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നത്. അഴിമതികൾ, കെടുകാര്യസ്ഥത, തട്ടിപ്പ്, വെട്ടിപ്പ് എന്നിവയെല്ലാം ജനങ്ങൾ അറിയേണ്ടതും പ്രതികരിക്കേണ്ടതുമായ വിഷയങ്ങളാണെന്ന് KUWJ പാലക്കാട് ഘടകം പറഞ്ഞു. പോലീസ് നടപടിക്കെതിരായ പ്രതിഷേധത്തിൽ ജില്ലാ പ്രസിഡന്റ് നോബൽ ജോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് വെള്ളിമംഗലം, മാധ്യമം ജേർണലിസ്റ്റ് യൂണിയൻ നിർവാഹക സമിതി അംഗം PB പ്രശാന്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രമേശ് എഴുത്തച്ഛൻ, മുഹമ്മദ് അലി, ജില്ലാ സെക്രട്ടറി M ശ്രീനേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ മാഗസിൻ അക്ഷരജ്വാലയുടെ പ്രകാശനം നടന്നു. പ്രസിദ്ധ സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ബിന്ദു കൃഷ്ണ പുസ്തകം പ്രകാശനം ചെയ്തു. കുറച്ച് ടൈം ഫ്രീ കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഡേയ്സായിട്ട് കുറച്ചൊന്ന് കിടന്നുറങ്ങാനോ, ഞാൻ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അത് മാറ്റി ഈ ഒരു പ്രായത്തിൽ സാറ് എന്താ പറയുക, ഇങ്ങനെ നല്ല കാര്യങ്ങൾ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഇരിക്കുക. കാരണം പഴയ കാലത്ത് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വളർന്ന 90s ഞങ്ങൾക്ക് കിട്ടാത്ത പലതും ഇന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് R റിൻസി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗങ്ങളായ K പത്മാവതി, MK വേലായുധൻ, എഴുത്തുകാരൻ ദിവാകരൻ പരുത്തിപ്പുള്ളി എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി KA അജേഷ് മാസ്റ്റർ സ്വാഗതവും ലൈബ്രറിയൻ V ചിത്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. SKSSF പാലക്കാട് ജില്ലാ ആദർശ സമ്മേളനം ഡിസംബർ 26-ന് കൊപ്പത്ത് നടക്കും. ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിലാണ് സമ്മേളനം. സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ SKSSF പാലക്കാട് ജില്ലാ കമ്മിറ്റി ഡിസംബർ 26-ന് വൈകിട്ട് 4 മണി മുതൽ 10 മണി വരെ കൊപ്പം സെന്ററിലെ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നഗറിലാണ് ആദർശ സമ്മേളനം സംഘടിപ്പിക്കുക. സയ്യിദ് ഹസൻ സഖാഫെ തങ്ങൾ കൊപ്പം മഖാമിൽ സിയാറത്തിന് നേതൃത്വം നൽകും. സുന്നി മഹൽ വാഗിഫ് തിയാട്ടിൽ കുഞ്ഞാപ്പ ഹാജി പതാക ഉയർത്തും. ആദർശ സമ്മേളനം സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത ഉപാധ്യക്ഷൻ ഷൈഗുന നെല്ലയ ഉസ്താദ് പ്രാരംഭ പ്രാർത്ഥന നടത്തും. കേന്ദ്ര മുശവാറ അംഗം ഷൈഗുന ഇസ്മയിൽ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണവും നടത്തും. ആശയപരമായും ആദർശപരമായും പ്രവാചകകാലം മുതൽ അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ പിന്തുടരാൻ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും വികലമായ ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരെ തുറന്നു കാണിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന കമ്മിറ്റി ആചരിക്കുന്ന 3 മാസത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ആദർശ സമ്മേളനം സംഘടിപ്പിക്കുന്നെന്നും സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SKSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം എല്ലാ ജില്ലകളിലും മേഖലകളിലും നടത്തിവരുന്ന സമ്മേളനം ആദർശം അമാനത്താണ് എന്നുള്ള ശീർഷകത്തിൽ നടത്തിവരുന്ന സമ്മേളനത്തിൽ SKSF പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തപ്പെടുന്ന ആദർശം അമാനത്താണ് എന്നുള്ള ശീർഷകത്തിൽ നടത്തപ്പെടുന്ന സമ്മേളനം ഈ വരുന്ന 26-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ നടത്തപ്പെടുന്നു. വാർത്താ സമ്മേളനത്തിൽ PK സയ്യിദ് ഹുസൈൻ തങ്ങൾ, ഷിഹാബ് അൻവരി, മുഹിനുദ്ദീൻ ബാക്കഫി, N ഹബീബ്, ഉമർ ഫാറൂഖ് മൗലവി, സിദ്ദിഖ് റഹിമി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കടമ്പൂർ യുവരശ്മി ക്ലബ് ആൻഡ് വായനശാലയുടെ 31-ാം വാർഷികാഘോഷം ശനിയാഴ്ച നടക്കും. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. യുവരശ്മി ക്ലബിന്റെ 1 വർഷം നീണ്ടുനിന്ന ആഘോഷത്തിന്റെ സമാപനമാണ് ശനിയാഴ്ച നടക്കുന്നത്. കടമ്പൂർ LP സ്കൂളിൽ വൈകിട്ട് 6-ന് നടക്കുന്ന പരിപാടി K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ഉപഹാര വിതരണം നിർവഹിക്കും. ഗായകൻ ഭവിൻ വിനോദിനെ ചടങ്ങിൽ ആദരിക്കും. 1993-ൽ തച്ചാട്ടുപറമ്പ് പ്രദേശത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ രൂപവൽക്കരിച്ചതാണ് യുവരശ്മി ക്ലബ്ബ്. ക്ലബിന്റെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരമടക്കം നടത്തിവരുന്നുണ്ട്. നെഹ്റു യുവകേന്ദ്രയുടെ മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പ്രത്യേക ബഹുമതി, ജില്ലയിലെ ഏറ്റവും മികച്ച യൂത്ത് ക്ലബ്ബ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ക്ലബ്ബ് നേടിയിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളന ശേഷം നൃത്തനൃത്യങ്ങൾ, കോബ്ര രാജേഷ് നയിക്കുന്ന സ്റ്റേജ് ഷോ എന്നിവ നടക്കുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് A സുധീർ, സെക്രട്ടറി A ഹരിദാസ്, K സുജിത്ത്, A അനീഷ് എന്നിവർ അറിയിച്ചു. 31-ാം വാർഷികം വളരെ വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ് ഈ ഡിസംബർ 28-ാം തീയതി. കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാകായിക സാംസ്കാരിക പരിപാടികളുടെ
ഒരു പരിസമാപ്തിയാണ് നമ്മൾ ഈ 31-ാം വാർഷികം ആഘോഷിക്കുന്നത്. 31-ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ അഡ്വക്കേറ്റ് പ്രേംകുമാർ സാറാണ്. അതേപോലെ തന്നെ ആ പരിപാടിയിൽ ക്ലബ് അംഗവും അതേപോലെ തന്നെ സ്റ്റാർ സിംഗർ, അതുപോലെ തന്നെ സ്റ്റേജ് ഷോകളിൽ വളരെ നമ്മളെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഭവിൻ വിനോദ്, അദ്ദേഹത്തിന് നമ്മൾ ആദരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കെല്ലാവരും സുപരിചിതമായ കോബ്ര രാജേഷ്, TV സീരിയൽ രംഗങ്ങളിൽ വളരെ സുപരിചിത കോബ്ര രാജേഷിന്റെ സ്റ്റേജ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് കന്നിമാരി കുറ്റിക്കൽ ചള്ളയിൽ വീടിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനത്തിന് തീയിട്ടു. കുറ്റിക്കൽ ചള്ള സ്വദേശി ഭക്തവത്സന്റെ വാഹനമാണ് അജ്ഞാതൻ കത്തിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് അജ്ഞാതൻ മുഖംമൂടിയും വെൽഡിംഗ് ഗ്ലാസുമിട്ട് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയത്. ശേഷം കുപ്പിയിലുണ്ടായിരുന്ന പെട്രോൾ വണ്ടിയിലേക്ക് ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. PP കിറ്റും മുഖംമൂടിയും വെൽഡിംഗ് ഗ്ലാസും ധരിച്ചയാൾ വാഹനത്തിന് സമീപമെത്തി ഇന്ധനമൊഴിച്ച് തീയിടുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. വീട്ടുകാർ നൽകിയ പരാതിയിൽ മീനാക്ഷിപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വീടിന് സമീപത്തുള്ള തന്നോട് വൈരാഗ്യമുള്ള ആരോ ആണ് ഇത്തരത്തിൽ അതിക്രമം നടത്തിയതെന്നാണ് വീട്ടുടമ സംശയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 6 മാസമായി സെക്രട്ടറി ഇല്ലാത്തതിനാൽ മാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതായി ഭരണസമിതിയുടെ ആക്ഷേപം. നിലവിൽ കുഴൽമന്ദം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് അധിക ചുമതല നൽകിയിട്ടുള്ളത്. നിലവിലുണ്ടായിരുന്നയാൾ സ്ഥലം മാറിപ്പോയതിനാൽ മാത്തൂരിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇല്ലാതായിട്ട് 6 മാസമായി. സെക്രട്ടറി ഇല്ലാത്തതിനാൽ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതായി ഭരണസമിതിയുടെ ആക്ഷേപമുണ്ട്. കുഴൽമന്ദം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് മാത്തൂർ പഞ്ചായത്തിന്റെ അധിക ചുമതല നൽകിയിട്ടുള്ളത്. ജനങ്ങളുടെ പലവിധ ആവശ്യങ്ങൾക്കും പ്രയാസപ്പെടുന്നതോടൊപ്പം സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3 മാസം മാത്രമാണ് ശേഷിക്കുന്നതെന്നും സെക്രട്ടറി ഇല്ലാത്തതിനാൽ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും 6 മാസമായിട്ടും സ്ഥിരമായി സെക്രട്ടറിയെ നിയമിക്കാത്തത് പഞ്ചായത്തിന്റെ സർവോന്മുഖ വികസനത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്നും മാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദും പഞ്ചായത്ത് അംഗം ഉദയപ്രകാശും പറഞ്ഞു. സെക്രട്ടറി ഇല്ലാതായിട്ട് 6 മാസത്തോളമാകുകയാണ്. ഈ 6 മാസത്തിന് മുൻപ് തന്നെ 3 സെക്രട്ടറിമാർ ഒരു 3 മാസത്തിന്റെ ഉള്ളിൽ 3 സെക്രട്ടറിമാർ മാറുന്ന ഒരു സാഹചര്യം. ഈ സെക്രട്ടറി പെർമനന്റായ ഒരു സെക്രട്ടറി ഇല്ലാതിരിക്കുമ്പോൾ പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നു പോകാൻ വളരെയധികം കഷ്ടപ്പെടുകയാണ്. ഈ വാർഷിക പദ്ധതിക്ക് ഇനി ആകെ 3 മാസം മാത്രമാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ വാർഷിക പദ്ധതിയുടെ ഫണ്ടുകൾ ചെലവഴിക്കുന്നതിന് സ്ഥിരമായ ഒരു സെക്രട്ടറി ഇല്ലാത്തത് കാരണം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. സമഭാവനയുടെ തിരുപ്പിറവി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ക്രിസ്തുമസ് ആഘോഷ നിറവിലേക്ക്. പാതിര കുർബാനയ്ക്കും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങിനും ദേവാലയങ്ങൾ ഒരുങ്ങി. എങ്ങും ക്രിസ്തുമസ് കരോൾ സംഘവും സജീവം. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കൊച്ചിൻ പാലത്തിന്റെ വിഷയത്തിൽ പുതിയ കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ നിർദ്ദേശം. പാലം പൊളിക്കണോ നിലനിർത്തണമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അന്തിമ കാര്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് സർക്കാരിനെ അറിയിക്കും. തൃശൂരിൽ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്. ഒളിവിൽ പോയ യൂട്യൂബർ മണവാളനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കേസിനാസ്പദമായ സംഭവം നടന്നത് 2024 ഏപ്രിൽ 19. പഴയന്നൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തേനീച്ചയുടെ ആക്രമണം. സംഭവത്തിൽ 11 പേർ പഴയന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന മാരുതി കാർ കത്തി നശിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.